മധ്യ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം ഇന്ന് നെഞ്ചേരുന്ന പ്രാദേശിക സൗന്ദര്യമാണ് ഓണാട്ടുകരയ്ക്കുള്ളത്. കാർഷിക പാരമ്പര്യത്തിലും ഓണാട്ടുകര കേരളത്തിന്റെ ഹൃദയകാന്തി തന്നെ. ഓണാട്ടുകരയുടെ ഈ കാർഷിക പാരമ്പര്യത്തെ തന്റെ വീട്ടുമുറ്റം ഒരു കാർഷിക അങ്കണമാക്കിയ ഒരു യുവ സംരംഭകൻ കായംകുളത്തിനടുത്തുള്ള പത്തിയൂരിലുണ്ട്. ഓണാട്ടുകരയുടെ ഹരിതാഭ പൊതിഞ്ഞു കാക്കുന്ന സാരംഗിലെ വിദ്യാസാരംഗ്. കാർഷിക പാരമ്പര്യത്തിന്റെ പശ്ചാത്തലമൊന്നും സാരംഗിനില്ലായിരുന്നു. എന്നാൽ കൃഷിയോടുള്ള ആഭിമുഖ്യം ഏറെയായിരുന്നു. മാവേലിക്കര ടൗണിൽ സ്പോർട്സ് ഗുഡ്സ് വ്യാപാരം നടത്തുന്ന സാരംഗിന് കായിക മേഖലയോടുള്ള താൽപര്യത്തിനപ്പുറം മനസ്സിൽ നിറഞ്ഞു നിന്നത് കാർഷിക രംഗമായിരുന്നു എന്നതിന്റെ നേർക്കാഴ്ച ഒരുക്കി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ സാരംഗ് എന്ന ഭവനത്തിന്റെ മുറ്റവും പരിസരവും. നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ 35 സെന്റ് ഭൂമിയാണ് സാരംഗിനുള്ളത്. തെങ്ങും കവുങ്ങും മാവും പ്ലാവും ഇവിടെ കാർഷിക പഴമയുടെ കൊടിയടയാളം ഉയർത്തുന്നു. സാരംഗിന്റെ കുളമടക്കമുള്ള വീട്ടുമുറ്റം ഒരു കാർഷികോദ്യാനം തന്നെയാക്കി മാറ്റിയിരിക്കുന്നു. ശീതകാല വിളകളായ കാബേജ്, കോളിഫ്ലവർ എന്നിവ ഫലമൊരുക്കി ആർത്തുല്ലസിച്ചു നിൽക്കുമ്പോൾ സാരംഗിനും അതേകുന്ന ആനന്ദം ചെറുതല്ല. കോവൽ, പാവൽ, പടവലം, പയർ എന്നിവ ഈ ലോഹവലകളിൽ വള്ളി ചുറ്റി പടർന്ന് ഫലസമൃദ്ധി ചൊരിഞ്ഞു നിൽക്കുന്നു. സാരംഗിലെ വിദ്യാസാരംഗ് തന്റെ കൊച്ചു സ്ഥലത്തിലെ ഒരിടം പോലും പാഴാക്കുന്നില്ല. ഇവിടെ റെഡ് ലേഡി അടക്കമുള്ള പപ്പായകളുടെ വിപുലമായ ശേഖരം സാരംഗ് കാത്തുസൂക്ഷിക്കുന്നു. പച്ചച്ചീര, ചുവന്ന ചീര, കുറ്റി കുരുമുളക് എന്നിവ പാരമ്പര്യത്തിലും ഓണാട്ടുകര കേരളത്തിന്റെ ഹൃദയകാന്തി തന്നെ. ഓണാട്ടുകരയുടെ ഈ കാർഷിക പാരമ്പര്യത്തെ തന്റെ വീട്ടുമുറ്റം ഒരു കാർഷിക അങ്കണമാക്കിയ ഒരു യുവ സംരംഭകൻ കായംകുളത്തിനടുത്തുള്ള പത്തിയൂരിലുണ്ട്. ഓണാട്ടുകരയുടെ ഹരിതാഭ പൊതിഞ്ഞു കാക്കുന്ന സാരംഗിലെ വിദ്യാസാരംഗ്. കാർഷിക പാരമ്പര്യത്തിന്റെ പശ്ചാത്തലമൊന്നും സാരംഗിനില്ലായിരുന്നു. എന്നാൽ കൃഷിയോടുള്ള ആഭിമുഖ്യം ഏറെയായിരുന്നു. മാവേലിക്കര ടൗണിൽ സ്പോർട്സ് ഗുഡ്സ് വ്യാപാരം നടത്തുന്ന സാരംഗിന് കായിക മേഖലയോടുള്ള താൽപര്യത്തിനപ്പുറം മനസ്സിൽ നിറഞ്ഞു നിന്നത് കാർഷിക രംഗമായിരുന്നു എന്നതിന്റെ നേർക്കാഴ്ച ഒരുക്കി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ സാരംഗ് എന്ന ഭവനത്തിന്റെ മുറ്റവും പരിസരവും. നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ 35 സെന്റ് ഭൂമിയാണ് സാരംഗിനുള്ളത്. തെങ്ങും കവുങ്ങും മാവും പ്ലാവും ഇവിടെ കാർഷിക പഴമയുടെ കൊടിയടയാളം ഉയർത്തുന്നു. സാരംഗിന്റെ കുളമടക്കമുള്ള വീട്ടുമുറ്റം ഒരു കാർഷികോദ്യാനം തന്നെയാക്കി മാറ്റിയിരിക്കുന്നു. ശീതകാല വിളകളായ കാബേജ്, കോളിഫ്ലവർ എന്നിവ ഫലമൊരുക്കി ആർത്തുല്ലസിച്ചു നിൽക്കുമ്പോൾ സാരംഗിനും അതേകുന്ന ആനന്ദം ചെറുതല്ല. കോവൽ, പാവൽ, പടവലം, പയർ എന്നിവ ഈ ലോഹവലകളിൽ വള്ളി ചുറ്റി പടർന്ന് ഫലസമൃദ്ധി ചൊരിഞ്ഞു നിൽക്കുന്നു. സാരംഗിലെ വിദ്യാസാരംഗ് തന്റെ കൊച്ചു സ്ഥലത്തിലെ ഒരിടം പോലും പാഴാക്കുന്നില്ല. ഇവിടെ
റെഡ് ലേഡി അടക്കമുള്ള പപ്പായകളുടെ വിപുലമായ ശേഖരം സാരംഗ് കാത്തുസൂക്ഷിക്കുന്നു. പച്ചച്ചീര, ചുവന്ന ചീര, കുറ്റി കുരുമുളക് എന്നിവയെല്ലാം സാരംഗിന്റെ ഹരിതമുറ്റത്തെ ചേതോഹരമാക്കുന്നു. വീടിനോട് ചേർന്ന ഭൂമിയിലെ 1 ഇഞ്ച് സ്ഥലം പോലും വിദ്യാസാരംഗ് പാഴാക്കുന്നില്ല. എവിടെയും പച്ചപ്പിന്റെ തഴപ്പ് മാത്രം. നമുക്ക് വീടിന്റെ പിന്നിലെ വളരെ ഇടുങ്ങിയ സ്ഥലത്തേക്ക് വരാം. കറിവേപ്പിന്റെ നീണ്ട നിര. കവുങ്ങിൽ പടർന്നു കയറുന്ന പത്തിയൂർ കുരുമുളക് വള്ളികൾ, വീടിന്റെ അതിരിലെ മതിൽമടക്കുകളിൽ പടർന്ന പാഷൻ ഫ്രൂട്ട് വള്ളികൾ, ഇഞ്ചി, മഞ്ഞൾ, ഇവിടെ വീട്ടാവശ്യത്തിലെ ഭക്ഷ്യവിഭവങ്ങളെല്ലാം തന്നെ സംശുദ്ധിയുടെ ജീവചൈതന്യം ചൂടി നിരയിട്ട് നിൽക്കുന്നു. കാർഷിക വകുപ്പിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർഷിക പരിശീലന പഠന ശിബിരങ്ങളുടെയോ സഹായം കാർഷിക വൃത്തിയിൽ സാരംഗിന് കൂട്ടിനുണ്ടായില്ല. എല്ലാം കാർഷിക രംഗത്തെക്കുറിച്ചുള്ള വായിച്ചറിവ് മാത്രമായിരുന്നു കൂട്ടിച്ചേർന്നത്. തികച്ചും ജൈവ കാർഷിക രീതിയാണ് സാരംഗ് തന്റെ കുഞ്ഞു കൃഷിയിടത്തിൽ അവലംബിക്കുന്നത്. ചാണകമാണ് പ്രധാന വളം. അടുക്കളയിലെ വേസ്റ്റ് എല്ലാം ഇതിന് വളമായിട്ട് ഉപയോഗിക്കുകയാണ്. ഒരു ചെറിയൊരു മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, അടുക്കള കമ്പോസ്റ്റ്. അതെല്ലാം ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ അതിൽ നിന്ന് വരുന്ന ഒരു ലായനിയുണ്ട്, അത് ഡൈല്യൂട്ട് ചെയ്ത് ഈ പച്ചക്കറിയുടെ ചെടികളുടെയൊക്കെ ഇലയിലൊക്കെ തളിക്കും. അതും ഇതിനൊക്കെ വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ്. പിന്നെ പറമ്പിലുള്ള എല്ലാ വേസ്റ്റുകളും വലിയൊരു നിക്ഷേപിച്ച് അതും വളമാക്കിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലാ പച്ചക്കറികളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പച്ചക്കറിയോടൊപ്പം അത്യാവശ്യമുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. 3-4 ടൈപ്പ്: ആമ്പ, പേര, ആപ്പിൾ, സപ്പോട്ട, അങ്ങനെ കുറേ ഐറ്റം ഫ്രൂട്ട്സും ഇവിടെ തന്നെ ഉണ്ട്. എന്നാൽ ഹരിത സമൃദ്ധിയുടെ നിറവണിയുന്ന ഈ കൃഷിത്തോട്ടത്തിൽ സാരംഗ് തന്റെ സ്വതസിദ്ധമായ അന്വേഷണത്തിൽ കണ്ടെത്തിയ ജൈവവള കൂട്ടുകൾ തന്നെ പ്രയോഗിക്കുന്നു. അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് ജലം ചേർത്ത് കമ്പോസ്റ്റാക്കി മാറ്റി വിളകൾക്ക് നൽകുന്ന കാർഷിക വൃത്തി സാരംഗിന്റെ ഭാര്യ ബിന്ദുവിനുള്ളതാണ്. ഓരോ ദിനവും ഈ വീട്ടമ്മ അത് കൃത്യമായി തന്നെ നിർവഹിക്കുന്നു. വലിയ തോതിലുള്ള ജൈവവള പ്രയോഗത്തിന്റെ പ്രയുക്ത തലം സാരംഗ് തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, വെള്ളം എന്നിവ നിശ്ചിത അനുപാതത്തിൽ ചേർത്ത് സമ്മിശ്രമാക്കി ചെടികൾക്ക് തളിച്ചു കൊടുക്കുന്നു. ഇതിലേറ്റവും പ്രധാനം കഞ്ഞിവെള്ളമാണെന്ന് സാരംഗ് അനുഭവത്തിലൂടെ പറയുന്നു. 2 രീതിയിലാണ് ഇവിടെ വളം കിട്ടുന്നത്. ഒന്ന് അടുക്കള മാലിന്യം, ഒരു അടുക്കള കമ്പോസ്റ്റ്, ഒരു ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. അതിൽ മണ്ണിര നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ അടുക്കളയിൽ വരുന്ന ചെറിയ ചെറിയ വേസ്റ്റുകളെല്ലാം കിട്ടുന്നുണ്ട്. ഒരു 3-4 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ജൈവവളമായിട്ട് മാറുന്നുണ്ട്. പിന്നെ വലിയ രീതിയിലുള്ള ജൈവ കമ്പോസ്റ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വാഴ, ഇവിടുത്തെ വെജിറ്റബിൾസിൻ്റെ എല്ലാം വേസ്റ്റ്, ഇല, അങ്ങനെയുള്ള എല്ലാം കൂടി ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു വലിയ രീതിയിലുള്ളതാണ്. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട വളങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കും. അത് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളവും കൂടെ അതിൽ ലയിപ്പിക്കും. അതിലല്പം വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇതെല്ലാം കൂടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ അത് നല്ലോണം മിക്സായിട്ട് നല്ല പുളിപ്പായി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുമ്പോൾ ആ വെജിറ്റബിൾസിന് നല്ല ഗ്രോത്ത് ആണെന്ന എൻ്റെ ഒരു കണ്ടെത്തൽ. എന്തായാലും ശാസ്ത്ര സാങ്കേതിക സംവിധാനത്തിലൂടെയുള്ള ഉദ്ബോധനത്തിനപ്പുറം സാരംഗ് എന്ന ഈ യുവ സംരംഭകൻ കണ്ടറിഞ്ഞതും കണ്ടുപഠിച്ചതുമായ ജൈവവള പ്രയോഗരീതി പങ്കുവയ്ക്കുമ്പോൾ അത് നമ്മുടെ കാർഷിക കേരളത്തിന് നൽകാനാകുന്ന ഒരു പുത്തൻ കൃഷി അറിവ് തന്നെ.
സീറോ വേസ്റ്റ് എന്ന പദ്ധതി പരിപാടിയുടെ നിർവചന ദൃശ്യം തന്നെയാണ് സാരംഗിന്റെ ഈ കൊച്ചു കൃഷിയിടം. പച്ചക്കറി ഇനങ്ങൾക്കൊപ്പം പുഷ്പസസ്യങ്ങൾക്കും സാരംഗ് എന്ന കലാഹൃദയത്വം ഇവിടെ സാന്നിധ്യമൊരുക്കിയിരിക്കുന്നു. ചെത്തിയും ചെമ്പരത്തിയും ഒക്കെ അടങ്ങുന്ന നാട്ടുപൂക്കൾക്കൊപ്പം ഓർക്കിഡുകളും ഇതര അതിഥി പുഷ്പസസ്യങ്ങളും സാരംഗിന്റെ മുറ്റത്ത് സൗന്ദര്യം പകർന്നു നിൽക്കുന്നു. കുളത്തിന്റെ പടവുകൾക്ക് ചാരി നിൽക്കുന്ന പുഷ്പസഞ്ചയം ഹൃദയാകർഷകമാണ്. കുളപ്പടവുകൾക്ക് ചേർന്നാണ് വിദേശികളായ ആറ്റക്കിളികളുടെയും കൂട്. അവരുടെ സ്വാഗത ഗീതം കേട്ട് കുളപ്പടവുകളിലേക്ക് ഇറങ്ങിയാൽ നിശബ്ദം നീന്തുന്ന സിലോപ്പിയ റെഡ് ബില്ലി മത്സ്യങ്ങളുടെ സംഘത്തെ കാണാം. ഇവിടെ ഒരു മത്സ്യക്കുളമുണ്ട്. മത്സ്യക്കുളം എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ഒരു വാട്ടർ സ്റ്റോറേജ് എന്ന് പറയുന്ന എനിക്കിഷ്ടം. കാരണം എൻ്റെ വീടിൻ്റെ പുറപ്പുറത്ത് വീഴുന്ന ഒരു തുള്ളി വെള്ളമില്ല, അത് മുഴുവൻ ഈ കുളത്തിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെങ്കിൽ എന്നിരുന്നാലും ഞാൻ ഒരു 20 ഇയേഴ്സായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വർഷം വാട്ടർ ലെവൽ വളരെ കുറവാണ്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഒരു 1000 ഫിഷസിന് ഡിപ്പോസിറ്റ് ചെയ്ത്. പക്ഷേങ്കിൽ ഈ വെള്ളത്തിൻ്റെ കുറവ് അതിൻ്റെ വളർച്ചയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു 3 മന്ത്സായി ഞാനത് ഡിപ്പോസിറ്റ് ചെയ്തിട്ട്. പക്ഷേ അതനുസരിച്ചുള്ള ഗ്രോത്ത് ഈ പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ഈ പ്രാവശ്യം നന്നായിട്ട് വരൾച്ച എല്ലായിടവും ഫീൽ ചെയ്യുന്നുണ്ട്, അതിവിടെയും ഫീൽ ചെയ്തു. കാരണം ഇത് നാച്ചുറൽ പോണ്ടാണ്, നമ്മുടെ വാട്ടർ ലെവൽ അനുസരിച്ച് വെള്ളം നിൽക്കത്തുള്ളൂ. 2 ടൈപ്പ് മത്സ്യങ്ങളെയാണ് ഈ പ്രാവശ്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ഒന്ന് ഗിഫ്റ്റ് തിലോപ്പിയ, മറ്റൊന്ന് നട്ടർ അല്ലെങ്കിൽ റെഡ് ബെല്ലി എന്ന് പറയും. ഇത് രണ്ടും ഈ വാട്ടർ ലെവലിലെ 2 സ്റ്റേജിലാണ് കഴിയുന്നത്. ഒന്ന് നട്ടർ എന്ന് പറയുന്നത് ഏറ്റവും ഗ്രൗണ്ട് ലെവലിലും, സിലോപ്പിയ അതിന് തൊട്ട് മേലെ. അതുകൊണ്ട് ഇത് നമ്മൾ പോരടിക്കുകയോ മത്സരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ നമ്മൾ ഇതിന് കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ഒരു തീറ്റയാണ്. പിന്നെ ഗ്രോവർ, അത് നമ്മൾ റെഡിമെയ്ഡ് ഫുഡ് തന്നെയാണ്. പിന്നെ വീട്ടിലെ എല്ലാവിധ അടുക്കള വേസ്റ്റുകൾ നമ്മൾ ഇതിലിട്ട് കൊടുക്കും. അതെല്ലാം ഈ 2 മത്സ്യങ്ങളും നന്നായിട്ട് കഴിയും. പിന്നെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, പയർ, ഇതിൻ്റെ ഇലകളെല്ലാം ഇതിന് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അത് നമ്മൾ നന്നായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു ദിവസം 1-2 കിലോ വരെ ഞാൻ അതിന് കൊടുക്കാറുണ്ട്. അത് മുഴുവൻ അത് ഭക്ഷിക്കുന്നുമുണ്ട്. സിലോപ്പിയ റെഡ് ബില്ലി ഇനത്തിൽപ്പെട്ട ഏതാണ്ട് 2000 ഭക്ഷ്യ മത്സ്യങ്ങളെയാണ് ഇവിടെ വളർത്തുന്നത്. സിലോപ്പിയ മത്സ്യങ്ങൾ കുളത്തിന്റെ മുകൾ ഭാഗത്ത് നീന്തുമ്പോൾ വംശരീതിയുടെ ഭാഗമായി റെഡ് ബില്ലി അഥവാ നട്ടർ മത്സ്യങ്ങൾ കുളത്തിന്റെ അടിഭാഗത്തുമാണ് അധിവസിക്കുന്നത്. ഇലവർഗ്ഗങ്ങൾ അടക്കമുള്ള ജൈവ രീതിയിലുള്ള മീൻ തീറ്റകളാണ് സാരംഗ് ഇവിടെ തന്റെ പ്രിയ മത്സ്യങ്ങൾക്ക് നൽകി പോരുന്നത്. കുളത്തിൽ നിന്നുമാണ് വിളകൾക്കുള്ള ജലസേചനം. മീൻ കാഷ്ടങ്ങളിലെ അമോണിയം കലർന്ന ഈ ജലം വിളകൾക്കേറെ പോഷകപ്രദവുമാകുന്നു. മഴക്കാലത്ത് വീടിന് മുകളിൽ പതിക്കുന്ന
ഒരു തുള്ളി ജലം പോലും പാഴാകാതെ കുളത്തിൽ സംഭരിക്കുന്നു. അത്രയേറെ പ്രകൃതിയെ സാരംഗ് തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളായ മക്കൾ ആരു സാരംഗും അങ്കു സാരംഗും അക്കാര്യത്തിൽ മാതാപിതാക്കളോടൊപ്പമാണ്. മുട്ടക്കോഴികൾക്കും താറാവുകൾക്കുമായി വീടിന്റെ പിൻഭാഗത്ത് ഒരു സംരക്ഷണ കേന്ദ്രമുണ്ട്. കൃഷി ഉദ്യാനമുറ്റത്തെ ടാങ്കുകളിൽ പോഷക സസ്യമായ അസോളയും വളരുന്നു. വളർത്തു പക്ഷികൾക്കും മത്സ്യങ്ങൾക്കുമുള്ള പ്രധാന ആഹാരമാണ് അസോള. ഓരോ പകലൊടുക്കങ്ങളിലും വൃക്ഷത്തലപ്പുകളിൽ ചേക്കേറാനെത്തുന്ന ദേശാടന പക്ഷികളുടെ കളകൂജനത്തിൽ സാരംഗ് എന്ന വീട് പ്രകൃതിയെ കൂടുതൽ മാറോടണയ്ക്കുന്നു. അങ്ങനെ മനുഷ്യനും സർവപ്രകൃതിയും ചേർന്ന ചേതോഹരമായ ഒരു കാർഷിക കവാടമായി ഈ ഭവനം മാറുന്നു. കാർഷിക കേരളത്തിന്റെ ചരിത്രവും വിശുദ്ധിയുമാണ് ഓണാട്ടുകര പേറുന്നത്. ആ പാരമ്പര്യ മഹത്വം ഹൃദയചൂടിനൊപ്പം ആവാഹിച്ചെടുത്ത ഒരു യുവ സംരംഭം അനാവൃതമാകുന്നത് പത്തിയൂരിലെ വിദ്യാസാരംഗിന്റെ ഈ ഗൃഹാങ്കണത്തിലാണ്. കാലിക കേരളത്തിൽ അത് വ്യതിരിക്തവും പ്രസക്തവുമാകുന്നതിനാൽ സാരംഗിന്റെ ഈ വീട്ടുമുറ്റം കാർഷിക കേരളത്തിന്റെ തിരുമുറ്റമായി മാറുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ ഷീറ്റ് സംസ്കരണത്തിൽ പരിശീലനം. വ്യത്യസ്ത ഇനം മുരിങ്ങകൾ ശേഖരിക്കുന്നു. ചിക്കൻ ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ സഹായം. വിശദമായ വാർത്തകളിലേക്ക്. റബ്ബർ ഷീറ്റ് സംസ്കരണം, തരംതിരിക്കൽ എന്നിവയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ പാൽ സംഭരണം, റബ്ബർ ഷീറ്റ് നിർമ്മാണം, പുകപ്പുരകൾ, ഗ്രേഡിംഗ് സംബന്ധിച്ച ഗ്രീൻ ബുക്ക് നിബന്ധനകൾ
എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഏപ്രിൽ 6-7 തീയതികളിൽ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. കർഷകർ, വ്യാപാരികൾ, റബ്ബർ പാൽ സംസ്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഷീറ്റ് നിർമ്മാതാക്കൾ, ഉൽപ്പന്ന നിർമ്മാതാക്കൾ എന്നിവർക്ക് പരിശീലനം പ്രയോജനപ്പെടും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 0481-235-3325. മറ്റൊരു നമ്പർ 0481-235-3127. കേരള കാർഷിക സർവകലാശാല ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിൽ വെളുത്തുള്ളി ഉൽപാദനം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിക്കുന്നു. ഈ ശില്പശാലയിൽ കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിലെ നിരവധി കർഷകർ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ് പ്രാദേശിക കേന്ദ്രം കേരളത്തിലെ വിവിധ ഇനം മുരിങ്ങകൾ ശേഖരിച്ച് സംരക്ഷിക്കാൻ പദ്ധതിയിടുന്നു. വളരെയധികം പോഷകപ്രദവും ഔഷധ ഗുണമുള്ളതും വിഷവിമുക്തവുമായ പച്ചക്കറിയാണ് മുരിങ്ങ. നല്ല ഇനം മുരിങ്ങ മരങ്ങൾ തരംതിരിച്ചെടുത്ത് വ്യാപാരം നടത്തുക, സുസ്ഥിരമായി സംരക്ഷിക്കുക എന്നീ ഉദ്ദേശത്തോടെ ഏപ്രിൽ-മെയ് മാസങ്ങളിൽ NBPGR കേന്ദ്രങ്ങളിലെ ശാസ്ത്രജ്ഞർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് മെച്ചപ്പെട്ട മുരിങ്ങ ശിഖരങ്ങൾ ശേഖരിക്കും. വ്യത്യസ്ത ഇനം നാടൻ മുരിങ്ങകൾ സംരക്ഷിക്കുന്ന കർഷകർ അവയുടെ ഗുണഗണങ്ങൾ സഹിതം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0447-370499. മറ്റൊരു നമ്പർ 9447889787. പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം കൃഷിഭവനിൽ ബഡ് ചെയ്ത ജാതി തൈകൾ വിതരണം ചെയ്യുന്നു. ആവശ്യമുള്ള കർഷകർ എത്രയും പെട്ടെന്ന് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഭക്ഷ്യ സുരക്ഷിതമെന്ന് QR കോഡിലൂടെയും കർഷകന്റെ കയ്യൊപ്പിലൂടെയും ഉപഭോക്താവിന് ഉറപ്പ് നൽകുന്ന വേണാട് സിഗ്നേച്ചർ ചിക്കൻ ഇപ്പോൾ കൊല്ലത്തെ കൊട്ടിയം, വാളകം, കരിക്കകം എന്നീ സ്ഥലങ്ങളിലെ ഫ്രാഞ്ചൈസ് ഔട്ട്ലെറ്റുകളിലൂടെ ലഭ്യമാണ്. വേണാട് സിഗ്നേച്ചർ ചിക്കൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നതിനും കർഷകരെയും കർഷക ഗ്രൂപ്പുകളെയും തിരഞ്ഞെടുക്കുന്നു. കർഷകർക്ക് സബ്സിഡിയോടുകൂടി കോഴിത്തീറ്റയും മരുന്നുകളും വാക്സിനുകളും ലഭ്യമാകും. കൂടാതെ കട്ടിംഗ് ഔട്ട്ലെറ്റുകൾക്ക് ആധുനിക ഉപകരണങ്ങളും മെഷീനുകളും സൗജന്യമായി ലഭ്യമാക്കും. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 8111884441. മറ്റൊരു നമ്പർ 047454562225. അളവിലും ഗുണത്തിലും സമീകൃതമായ കാലിത്തീറ്റ നിർമ്മാണത്തിനും ആദായകരമായ പാലുൽപാദനത്തിനും ക്ഷീരകർഷകരെ സഹായിക്കാൻ വെറ്ററിനറി സർവകലാശാല ക്ഷീരപ്രഭ എന്ന പേരിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ തയ്യാറാക്കി. വെറ്ററിനറി കോളേജിലെ ആനിമൽ ന്യൂട്രീഷൻ വിഭാഗമാണ് ക്ഷീരപ്രഭ എന്ന പ്രോഗ്രാം വികസിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ പശുവിന് ആവശ്യമായ പോഷകങ്ങളുടെ അളവ് എത്രയെന്ന് സോഫ്റ്റ്വെയർ കണക്കുകൂട്ടി നൽകും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 12,500 രൂപ, കോഴിക്കോട് 13,800 രൂപ, തൃശൂർ 12,800 രൂപ. കൊപ്ര കൊച്ചി 8,440 രൂപ, കോഴിക്കോട് 9,000 രൂപ, തൃശൂർ 8,685 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 57,600 രൂപ, ഗാബിൾഡ് 60,600 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ, ബെസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ സേലം 9,600 രൂപ, ഈറോഡ് 9,800 രൂപ. അടയ്ക്ക പഴയത് 19,000 രൂപ മുതൽ 20,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14,000 രൂപ, RSS 4ാം ഗ്രേഡ് 14,600 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14,000 രൂപ, RSS 4ാം ഗ്രേഡ് 14,650 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 12,500 രൂപ, കൊപ്ര 8,440 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 57,600 രൂപ, ഗാബിൾഡ് 60,600 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ, ബെസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 16,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 രൂപ മുതൽ 350 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 475 രൂപ മുതൽ 570 രൂപ വരെ. ജാതിപത്രി മഞ്ഞ ചുവപ്പ് 500 രൂപ മുതൽ 650 രൂപ വരെ. ഗ്രാമ്പു 725 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14,000 രൂപ, RSS 4ാം ഗ്രേഡ് 14,600 രൂപ. ഒട്ടുപാൽ 9,600 രൂപ, ലാറ്റക്സ് 9,300 രൂപ. കമ്പോള അവലോകനം.
വരൾച്ച മൂലം കൊപ്രക്ഷാമം രൂക്ഷമായതോടെ തമിഴ്നാട്ടിലെ മില്ലുകൾ ഇറക്കുമതിയിലേക്ക് തിരിഞ്ഞു. ആൻഡമാൻ ദ്വീപിൽ നിന്നുള്ള കൊപ്ര കാങ്കയത്തെ മില്ലുകാർ ശേഖരിച്ചു. ലഭ്യത കനത്താൽ നാളികേരോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം താൽക്കാലികമായി തടസ്സപ്പെടും. അതേസമയം മാസാരംഭം ഡിമാൻഡ് വെളിച്ചെണ്ണയ്ക്ക് താങ്ങാവും. സാമ്പത്തിക വർഷാന്ത്യം മുൻനിർത്തി ടയർ കമ്പനികൾ റബ്ബർ സംഭരണ തോത് കുറച്ചു. ടാപ്പിംഗ് രംഗം നിർജ്ജീവമായതിനാൽ കാർഷിക മേഖലയിൽ നിന്നുള്ള ഷീറ്റ് വരവ് നാമമാത്രമാണ്. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 146 രൂപയിൽ താഴ്ന്നു. കൊച്ചി ലേലത്തിൽ ഏലയ്ക്ക തിരിച്ചുവരവ് കാഴ്ചവെച്ചു. വലിപ്പം കൂടിയ ഇനങ്ങൾ ശേഖരിക്കാൻ കയറ്റുമതി സമൂഹം ഉത്സാഹിച്ചതോടെ നിരക്ക് കിലോ 1345 രൂപയായി ഉയർന്നു. ശരാശരി ഇനങ്ങൾ 1169 രൂപയിലാണ്. ആഭ്യന്തര വാങ്ങലുകാരും ഉൽപ്പന്നം ശേഖരിച്ചു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6. കോഴിക്കോട് 36.9, 27.1. കൊച്ചി 33.6, 26.4. ആലപ്പുഴ 35.1, 26. പുനലൂർ 37, 22.8. തിരുവനന്തപുരം 34.2, 25 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.